നമ്മുടെ മെക്സവൻ്റെ പിന്നിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പതുക്കെ പുറത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, അഥവാ കാര്യമായിട്ടൊരു ന്യൂസ് കിട്ടിയിട്ടില്ല എങ്കിൽ ഉള്ള ന്യൂസുമ്മൽ തന്നെ അവർ ചർച്ച നടത്തിയും അത് ഒരു തീരുമാനത്തിലാക്കുന്നത് വരെ അത് തന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലുള്ളൊരു മാധ്യമങ്ങളുടെ ഒരു ഇതാണത്, നല്ലതാണത്. പക്ഷേ പുതിയതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെക്സവനൊക്കെ ഇട്ടിട്ട് അവർ അതിൻ്റെ പിന്നാലെ പോകും, അത് തീരുമാനത്തിലെത്തിക്കില്ല. പക്ഷേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ ഇവർക്ക് വിളിച്ച് അവരായിട്ട് ചർച്ച നടത്തിയപ്പോൾ രണ്ട് വിഭാഗം ആളുകൾക്കെതിരെയാണ് ഇതിൻ്റെ ആരോപണം, അവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അവസാനം കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്ന് വഹാബികളാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഒരു വഹാബി നേതാവ്, യുവജന നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഒരു പോസ്റ്റ് ഇട്ടു, അഥവാ കേരളത്തിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നിക്കുമ്പോഴേക്ക് ഇവിടെ മറ്റുള്ള ആളുകൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു യുവജന നേതാവാണ് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയോട് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളാദ്യം മുസ്ലിമീങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക. നിങ്ങളെ കണക്കിലിപ്പോൾ ഞങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങളാദ്യം മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ പറ. എങ്കിലല്ലേ മുസ്ലിമീങ്ങൾ ഒന്നിക്കുമ്പോൾ പേടി ബേജാറ് എന്ന് നിങ്ങൾക്ക് പറയാൻ അർഹതയുള്ളൂ. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും സുന്നികളും മുഴുവനും മുശ്രിക്കീങ്ങളാണെന്ന് നാഴികക്ക് 40 വട്ടം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ് ഈ ഒന്നിപ്പിക്കുന്നത്? നിങ്ങളെ ഈ വഹാബിയാൾ മാത്രം ഒന്നിച്ച അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ മുസ്ലിമീങ്ങൾ മുഴുവൻ ഒന്നിക്കുന്നതിൽ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങൾ മുഴുവനും മുസ്ലിമാണ്, സുന്നികൾ മുഴുവനും സുന്നികളാണ് എന്ന് നിങ്ങൾ പറയാം. മുശ്രിക്ക് എന്നുള്ളത് മാറ്റിയിട്ട് സുന്നികളാണെന്ന് നിങ്ങൾ അത് വ്യക്തമാക്കുക. അതുകൊണ്ട് തുറന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും. ആദ്യം നമുക്ക് അതിന് തീരുമാനമാക്കണം. പിന്നെ ഇപ്പോൾ വ്യായാമം ഇപ്പോൾ നമ്മളിവിടെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കൂടെ കൂടിയിട്ട് ഒരു 10-20 മിനിറ്റ് വ്യായാമം ചെയ്തതുകൊണ്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് വ്യായാമം ചെയ്തിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാറിയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കൊണ്ടുപോവാ. ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ 2 മാസം രാവിലെ എഴുന്നേറ്റ് വന്ന് ചാടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് 2 വട്ടം കൈ പൊക്കി 10-20 മിനിറ്റ് നിന്ന് വ്യായാമം ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഷുഗർ പോയി, കൊളസ്ട്രോൾ പോയി എന്ന് അങ്ങനെ ആരുടെയെങ്കിലും ഷുഗറും കൊളസ്ട്രോളും പൂർണ്ണമായും മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പറയും. അപ്പോൾ അതൊന്നും ഇവിടെ മാറാൻ പോകുന്നൊന്നുമില്ല, അതൊക്കെ ഇവിടെ ഉണ്ടാകും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇവിടെ ഇതിൻ്റെ മുമ്പും, നിങ്ങൾ വരുന്നതിൻ്റെ വ്യായാമത്തിൻ്റെ മുമ്പും ഇവിടെ ഉണ്ട്. അന്നും ഇവിടുത്തെ ആളുകൾ, ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളല്ലാത്തവരെല്ലാവരും നടക്കാനിറങ്ങിയിരുന്നു പ്രഭാത സമയത്ത്. ചിലർ വൈകുന്നേരം നടക്കാനിറങ്ങും. അങ്ങനെ നടന്നതുകൊണ്ട് ഇനി ഷുഗറും പ്രഷറും മാറുമോ? അതും മാറില്ല. നിങ്ങളെ കൂടെ കൂടിയിട്ട് 2 ചാട്ടം ചാടി, ഒരു 2 മാസം 2 ചാട്ടം ചാടിയത് കൊണ്ട് ഷുഗറും പ്രഷറും മാറുമോ? അതും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെറും ഒരു കാരണം മാത്രമാണ്. ജീവിതശൈലി രോഗങ്ങൾ മാറ്റും, വ്യായാമം ചെയ്താൽ ആരോഗ്യം കിട്ടും, അങ്ങനെ എവിടെയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലുകൾ വേണ്ട, ഡോക്ടർമാർ ആവശ്യമില്ല. എത്രങ്ങാനും പൈസയാണ് ഓരോരുത്തരും ഓരോ മാസം ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾ എത്ര പൈസയുടെ മരുന്നാണ് ഓരോ മാസം കഴിക്കുന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളെ കൂടെ കൂടിയാൽ മതി. 1-2 മാസങ്ങളെ കൂടെ 2 ചാട്ടം ചാടുമ്പോഴേക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർമാർ ഇവിടെ വേണ്ട, ഹോസ്പിറ്റൽ വേണ്ട, ഇതിൻ്റെ ഒന്നും മരുന്നുകളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ കൂടിയാൽ മതി, ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അഥവാ ഇവിടെ ഒരു 10 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തുടങ്ങിയാൽ, അതിന് എന്താണെങ്കിലും വ്യായാമമായാലും അല്ലാത്ത എന്തൊരു കാര്യമായാലും ഒരു 10 ആളുകൾ അല്ലെങ്കിൽ വേണ്ട ഒരു 4-5 ആളുകളൊന്നും ഒരുമിച്ച് കൂടിയാൽ തന്നെ ഉറപ്പാണ് 100% അതിൻ്റെ പിന്നിൽ ഒരു സംഘടന ഉണ്ടാകും, അതിൻ്റെ പിന്നിൽ ഒരു പാർട്ടി ഉണ്ടാകും. ആ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടാകും, സാമ്പത്തികം ഉണ്ടാകും എന്നുള്ളത് പൊതുജനങ്ങൾക്കൊക്കെ അറിയാം. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ആളുകൾ കൂടിയിട്ട് ഒരു സംഗതി നടത്തുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ സംഘടന ഉണ്ട്, അതിൻ്റെ പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ളത് ചോറ് കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അത് മനസ്സിലാകും.